ഹലോ നമസ്കാരം, വെൽക്കം ടു എജു ടോക്ക്, സ്പോൺസർഡ് ബൈ എജു വേൾഡ് ഇൻ്റർനാഷണൽ. നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ആൻഡ് ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു സുനിൽ കുമാർ സർ. അദ്ദേഹം ഒരു ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനാണ്. സർ, സ്വാഗതം. നമ്മളുടെ ഈ ഒരു ഷോയിൽ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാറിൻ്റെ മകൾ അഭിനയന ഇപ്പോൾ റഷ്യയിൽ ഫെഫുവിൽ 3rd ഡിഗ്രി MBBS പഠിക്കുവാണ് അല്ലേ സാർ? അതെ. എന്ന് പറയുന്ന മോളുടെ പഠിത്തമൊക്കെ ഇങ്ങനെ പോകുന്നു? സുഖമായിട്ടിരിക്കുന്നു. പഠിത്തം ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ടായിട്ട് വൺ വീക്ക് ആയിട്ട്. സോറി, ഫസ്റ്റ് ഇയറിലാണ് പഠിക്കുന്നത് അല്ലേ? 3rd ഇയർ അല്ല? ഓ, റിയലി സോറി. അഭിനയന ഫസ്റ്റ് ഇയറിൽ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ടായി 1 വീക്കായി. സുഖമായിട്ടിരിക്കുന്നു. നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല, ഇയർലി വൺസേ വരാൻ പറ്റത്തുള്ളൂ. അതെയോ? ജൂലൈയിലാണ്. അപ്പൊ കറക്റ്റ് എത്ര മാസമായി കാണും മകളെ? 5 മാസമായി. ഓക്കെ, മിസ് ചെയ്യുന്നില്ലേ? ഇല്ല, മിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വരില്ല. കാര്യം ഞാൻ +1ഉം +2ഉം ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അത് ശരി. പിന്നെ ഞാൻ ആർമിയിലായിരുന്നത് കൊണ്ട് ഇയർലി വൺസ് നമ്മളും വരത്തുള്ളൂ. അതുകൊണ്ട് ആ മിസ്സിങ് അങ്ങനെ വരുന്നില്ല. പിന്നെ പഠിത്തമല്ലേ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ സുനിൽകുമാർ സാറിന്റെ കാര്യം അങ്ങനെ, അദ്ദേഹം എപ്പോഴും യാത്രയിലൊക്കെ ആയിരുന്നൊരു വ്യക്തിയാണ്. ആ ഒരു പ്രൊഫഷൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ അമ്മയ്ക്ക് നല്ല രീതിയിലല്ലേ മകളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു? അമ്മയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതിന് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത്, പഠിക്കുന്ന സമയമല്ല, ഫുഡ് ഉണ്ടാക്കുന്ന സമയം ടൈം കിട്ടുമ്പോഴൊക്കെ വീഡിയോ കോൾ ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് വീഡിയോ കോൾ എപ്പോൾ വേണേലും വിളിക്കാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? എപ്പോൾ വേണേലും പറ്റില്ല. ക്ലാസ് ഇല്ലാത്ത ടൈമുണ്ട്, ഫുഡ് കഴിക്കാൻ വരുന്ന സമയം, പിന്നെ പഠിച്ചതിന് ശേഷം അവരുടെ ലഞ്ച് ടൈമിൽ അമ്മയെ വിളിക്കാറുണ്ട്, അമ്മയെ അച്ഛനെ എല്ലാവരെയും വിളിക്കാറുണ്ട്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയണം. ഇത് ഏത് പോയിന്റിലാണ് ഒരു വിദേശ വിദ്യാഭ്യാസം മകൾക്ക് നൽകാം, പ്രത്യേകിച്ച് MBBS റഷ്യ അല്ലെങ്കിൽ ഫെഫു എന്ന യൂണിവേഴ്സിറ്റി ഏറ്റെടുക്കാം എന്നൊക്കെയുള്ള തീരുമാനം എപ്പോഴായിരുന്നു? നമുക്ക് അത് മുതൽ തുടങ്ങാം. ഓക്കെ ഷെഫ്. ഓക്കെ സാർ, അപ്പോൾ എപ്പോഴാണ് നമ്മുടെ റഷ്യ അല്ലെങ്കിൽ ഫെഫു തീരുമാനിച്ചത്? ആക്ച്വലി അവളുടെ കുട്ടിക്കാലത്തെ ഉള്ള ആഗ്രഹമായിരുന്നു MBBS എടുക്കുക എന്നുള്ളത്. ഓക്കെ, അതിനുവേണ്ടിയാണ് ഞാൻ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ +1ഉം +2ഉം പഠിപ്പിച്ചു. ഓക്കെ. നീറ്റിൽ സ്കോർ കുറച്ച് കുറവായിരുന്നു. അതിനുശേഷം റിപ്പീറ്റ് പോകണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ ഞാൻ അവളെ നിരുത്സാഹപ്പെടുത്തുകയില്ല. റിപ്പീറ്റ് പോയാൽ ഓരോ വർഷം കഴിയുന്തോറും മാർക്ക് കൂടുതൽ വരും. അടുത്ത വർഷം എടുക്കാം, പിന്നെ അടുത്ത വർഷം എടുക്കാം. അങ്ങനെ ഓരോ വർഷങ്ങൾ പോകുന്നതല്ല. ചില കുട്ടികൾക്ക് കിട്ടും, ചില കുട്ടികൾക്ക് കിട്ടില്ല. ഞാൻ ആർമിക്കാരനായതുകൊണ്ട് പരീക്ഷണങ്ങളില്ല, ഞങ്ങൾക്ക് സ്ട്രെയിറ്റ് അവയാണ്. അങ്ങനെ ഞങ്ങൾ എടുത്ത ഡിസിഷനാണ് അബ്രോഡ് MBBS. അങ്ങനെ എന്നെ ഒരു ഏജൻസി, ഒരു കുട്ടിയുടെ മദർ ത്രൂ എന്നെ ഒരു ഏജൻസി സമീപിക്കുകയും ഞാൻ പുള്ളിയായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. അങ്ങനെ പുള്ളി എനിക്ക് കുറേ നല്ലതുപോലെ ഗൈഡ് ചെയ്തു തന്നു. അത് വെച്ചിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ MBBS അബ്രോഡിനെ പറ്റി ശരിക്കും നോളജായി. നമുക്കതിനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയാസ് കിട്ടി, എന്താണ്, ഏത് സ്ഥലത്ത് പഠിക്കണം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളി ഉസ്ബെക്കിസ്ഥാൻ എംബസിയിലെ അവിടെ അറ്റാഷയുടെ PA ആയിരുന്നു. പുള്ളി വിളിച്ച് ഞാൻ ചോദിച്ചു, ഇന്ന കൺട്രി, ആദ്യം പറഞ്ഞ ഏജൻസിക്കാർ പറഞ്ഞ കൺട്രി. ഞാൻ പറഞ്ഞ ആ കൺട്രിയെ പോരാ, നമുക്ക് വേറെ മാറ്റി നോക്കാം. അങ്ങനെ റഷ്യയിലെ നോക്കുന്നു. പുള്ളി ഉസ്ബെക്കിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് റഷ്യ നോക്കുമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ മോളുടെ അടുത്ത് തന്നെ പറഞ്ഞു, റഷ്യയിൽ ആരും കുട്ടികളുണ്ടോ, ഉണ്ടോ? അന്നേരം പറഞ്ഞു, എൻ്റെ കൂടെയുള്ള പഠിച്ച പയ്യൻ റഷ്യയിലേക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരി, അവൻ്റെ ഫാദറിൻ്റെ നമ്പർ മേടിച്ചതാ, ഞാൻ അച്ഛനും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഫാദറിൻ്റെ നമ്പർ മേടിച്ചു, ഫാദറുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ പുള്ളി കോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി പറഞ്ഞു നല്ലതാണ്. പുള്ളിയുടെ മൂത്ത മകളും അവിടെയാണ് പഠിക്കുന്നത്, ഈ പയ്യൻ്റെ ചേച്ചി. അന്നേരം എനിക്കൊരു ഉറപ്പായി, കാര്യം ഈ പോകാൻ പോകുന്നിടത്ത് എന്തായാലും ആദ്യം ഒരാൾ പോയി പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളിനെ വിടില്ല. അത്ര എനിക്കൊരു ഉറപ്പായി, ഇതൊരു നല്ല യൂണിവേഴ്സിറ്റി ആയിരിക്കും, ആ കുട്ടിയുടെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ യൂണിവേഴ്സിറ്റി റഷ്യയെ വിടാം അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. ഓക്കെ, ശരിക്കും ഒരു കേരളത്തിലൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ പഠിപ്പിക്കുമായിരുന്നു. അതോ കുട്ടിക്കൊരു വിദേശ വിദ്യാഭ്യാസം ലഭിക്കുന്നതും ഒരു പുതിയ കൾച്ചർ, പുതിയ നാട്, പുതിയ രീതികൾ അവൾ പരിചയപ്പെടട്ടെ എന്ന് ചിന്തിക്കുമായിരുന്നോ ശരിക്കും? കേരളത്തിലെ നല്ല ഇന്ത്യയിൽ അവസരം കിട്ടിയായിരുന്നു എങ്കിൽ നമ്മൾ നീറ്റ് എഴുതി പാസ്സായ ഒരു അവസരം ഗവൺമെന്റ് കോട്ടയിൽ കിട്ടിയായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതാരും ആക്ച്വലി തട്ടിത്തെറിപ്പിച്ച് കളയത്തില്ലല്ലോ. അതല്ല
ഇവിടെ നമ്മൾ മാനേജ്മെന്റ് സീറ്റിൽ നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കാനായിട്ട് നീറ്റ് സ്കോർ കുറവായതുകൊണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ നോക്കില്ല. കാര്യം അബ്രോഡാണ് കുറച്ചുകൂടെ നല്ലത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ച് നല്ല പെരുമാറാനുള്ള ഇതും അവർക്ക് ഫ്രീ ആയിട്ടൊന്ന് സംസാരിക്കാനും മറ്റുള്ളവർക്ക് ഇടപെടാനുള്ളതും ഇതെല്ലാം അബ്രോഡിൽ ശരിക്കും കിട്ടും. തീർച്ചയായിട്ടും നമുക്ക് അവിടെയുള്ള വിദ്യാർത്ഥികളുമായിട്ടും അവിടെയും ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ടായിരിക്കും. നമുക്കൊരു ഇന്ററാക്ഷനും മിങ്കിൾ ചെയ്യാനും കിട്ടും, പിന്നെ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടും, പുതിയ കൾച്ചറും പുതിയ രീതികളൊക്കെ പഠിക്കുവാനും ഒക്കെ എളുപ്പമായിരിക്കും. പക്ഷെ ഇതിലേക്ക് അഡ്ജസ്റ്റഡ് ആകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, അതിന് അതിൻ്റെതായ സമയം എടുക്കുമല്ലോ. അപ്പം മകൾ അവിടെ ചെന്നതിന് ശേഷം എന്താണ് മകളുടെ ഒരു ഫീഡ്ബാക്ക് എന്തായിരുന്നു? ഇവിടുന്ന് നാട് ഇഷ്ടമായോ? റഷ്യ ഇഷ്ടമായി. അതിന് മുമ്പായിട്ട് പറയാം, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എന്നെ ഇതിനെപ്പറ്റി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഏജൻസിയിൽ നിന്ന് പോയൊരു കുട്ടിയുടെ മദർ എന്നെ മകളെ വിളിച്ചു. ഈ റഷ്യയിൽ പോകാൻ പാടില്ല, അവിടെ ഇങ്ങനെയാണ്, അവിടുത്തെ തണുപ്പ് കൂടുതലാണ്, അവിടെ വാർ നടക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത്, അവിടെ റഷ്യൻ ലാംഗ്വേജ് പഠിച്ചാൽ മാത്രമേ അവിടെ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റൂ ഇങ്ങനെ പറഞ്ഞു. അത് മാത്രമല്ല എക്സാം നടക്കുന്നതും റഷ്യൻ ലാംഗ്വേജിലാണെന്ന് പറഞ്ഞു. അത് ഞാൻ ഇപ്പം ഞാൻ എൻ്റെ കുട്ടിയെ വിട്ട ഏജൻസി, ആ ഏജൻസിയായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഇംഗ്ലീഷിലാണ്, ഇവർ പറയുന്നു റഷ്യയിലാണെന്ന്. അങ്ങനെ എനിക്ക് കൺഫ്യൂഷനാണ്. ഇവിടെ പോയി അവിടെ ചെന്ന് ചേരുന്നത് വരെ. പക്ഷെ എന്നെ കൂടെ പോയ കുട്ടി ഒരു കുട്ടിയുടെ ചേച്ചിയോടെ പഠിക്കുന്നില്ല, കുട്ടിയും പറയുന്നു ഇംഗ്ലീഷിലാണെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് എന്നിട്ട് ഒരു വിശ്വാസം പോലെ. കാര്യം ഈ എന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏജൻസിക്കാർ എനിക്ക് കുറേ ഇതൊക്കെ നോട്ട്സ് ഒക്കെ ഇട്ടു തന്നു. എന്താ പറയുന്നത്, എംബസിയുടെ ലെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടു തന്നു. അവരെന്നെ ശരിക്കും കൺഫ്യൂസ് ചെയ്തു. ഇത് റഷ്യൻ ലാംഗ്വേജ് ആണ്, റഷ്യ ലാംഗ്വേജിൽ എക്സാം എഴുതാൻ പറ്റൂ. അതായത് ആദ്യം സമീപിച്ച കൺസൾട്ടൻസിക്കാർ ഇതുപോലെ അവർ പറയുന്നത് അവിടെ റഷ്യൻ ലാംഗ്വേജ് വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചിരുന്നാൽ മാത്രമേ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. എക്സാം ഇൻക്ലൂഡിംഗ് എക്സാം വരെ, എക്സാമിനേഷൻ വരെ. മകളുടെ സുഹൃത്തിന്റെ ചേച്ചിയും അവർ പറയുന്നു അങ്ങനെയല്ല, ഇംഗ്ലീഷിൽ നമുക്ക് അവിടെ വളരെ സുഗമമായിട്ട് കോൺവേഴ്സ് ചെയ്യാൻ പറ്റും, എക്സാംസ് എഴുതാൻ പറ്റുമെന്ന്. കൺഫ്യൂസ്ഡ് ആയി സാർ. അതിനുശേഷമാണ് ഇവിടുന്ന് പോകുന്നത് വെച്ചാൽ ഇപ്പൊ പോയ ഏജൻസി ത്രൂ ആകുമ്പം എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും വന്നില്ല. ഞാനൊന്നും അറിഞ്ഞില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ വന്ന് അവർ പറയുന്നു, നമ്മൾ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്തായിട്ട് നടന്നു. പോകുന്ന ദിവസം വരെയും ഒരു പ്രശ്നമില്ല. ഇപ്പം ലോൺ വേണമെന്ന് പറഞ്ഞു, അതിനുള്ള സപ്പോർട്ടിങ് തന്നു. പക്ഷെ ഞാൻ ലോൺ എടുക്കേണ്ടത് എനിക്ക് വന്നില്ല. അത് എൻ്റെ പേഴ്സണലി കുറെ മാറ്റേഴ്സ് വന്നതിനാൽ ഞാനത് വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം അവിടെ ചേർന്ന് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ ഇറങ്ങേണ്ടതായിട്ട് വന്നു. അത് ഇതിൻ്റെ കൂടെ ഏജൻസിയുടെ 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അന്നേരം അവർ പറഞ്ഞു റൂം എടുക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ വന്നു. അന്നേരം ഞാൻ എന്ത് ചെയ്ത്, മോള് പറയുന്നു റൂം എടുത്ത് തരുന്നില്ല, ഇവിടെ ഒരുപാട് പൈസ ആവുന്നു, മോൾക്ക് പെട്ടെന്ന് റൂം എടുത്തേ പറ്റത്തുള്ളൂ. അന്നേരം ഞാൻ എന്ത് ചെയ്തു, കൂടെ പോയ ലേ ഓവർ ആയിരുന്നു, 24 hours ആയി. 24 hours layover. അത് അന്നത്തെ ഒരു പോകുന്ന സമയം ഡ്യൂറേഷൻ കുറവായതുകൊണ്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് അങ്ങനെ പറ്റിയതാണ്. പക്ഷെ അവിടെ റൂം എടുക്കുന്ന കാര്യം ഞാൻ എഡ്യൂവെല്ലിൽ ഒന്ന് വിളിക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആ കൂടെ പോയ സ്റ്റാഫിന് നമ്പറുണ്ട്. ഞാൻ പുള്ളിക്കാരിയെ കോൺടാക്ട് ചെയ്തു. മാഡം ഇതുപോലെയാണ്, ഇത് പെട്ടെന്നൊന്ന് ക്ലിയർ ചെയ്യണം. സാർ അത് മോൾ അന്നേരം പൈസ ആവുന്നതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം തന്നെ അറേഞ്ച് ചെയ്യാം. അത് നമുക്ക് ആ ഏജൻസിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അതാണ് ഏറ്റവും നമുക്ക്. അന്നേരം എൻ്റെ ആ ഫ്രണ്ട് ആ പ്രസന്റിൽ ഉസ്ബെക്കിസ്ഥാനിലുണ്ട്. ആ ഫ്രണ്ട് ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല സാർ, ഞാൻ അവിടെ നിന്ന് പിക്ക് ചെയ്യിക്കാം, ആളിനെ വിട്ട് വെളിയിൽ റൂം എടുത്ത് കൊടുക്കാം. പക്ഷേ നമ്മുടെ സ്റ്റാഫ് പറയുന്നത് വെളിയിൽ റൂം എടുത്ത് കൊടുക്കാൻ അവർക്കും പേടി. ഇവിടെ കൊണ്ടുപോയ റെസ്പോൺസിബിലിറ്റി. അവർ പറഞ്ഞു വേണ്ട, ഞങ്ങൾ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. റൂം എടുത്ത് കൊടുത്തു, സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പോയി. അവിടെ ചെന്ന് ഈ കൊണ്ടുപോയ ഏജൻസിയുടെ തന്നെ ആൾക്കാർ സ്റ്റുഡൻസ് നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു മെയിനായിട്ട്. അവർ വന്ന് നമ്മളോട് കാര്യങ്ങൾ കുട്ടിയോട് റിസീവ് ചെയ്യുകയും പിന്നെ എന്താ ഫുഡ്, വാട്ടർ, ഇതെല്ലാം അവർ തന്നെ കുട്ടികൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. പൈസ കൊടുക്കാതെ. പൈസ കൊടുക്കാതെ ഫസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വരുവാണ്. അവിടെ വന്നു കഴിയുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. ഹോസ്റ്റൽ അറേഞ്ച് ചെയ്യും. ഈ ഏജൻസിയുടെ സ്റ്റാഫ് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് അതിനകത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ലിമിറ്റ്സ് ഉണ്ട്. കാര്യം കൺട്രി വേറെയാണ്. ഏജൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടും അന്നേരം ഈ വാട്ടറും മെയിനായിട്ട് വെള്ളം, സെക്കൻഡ് ഫുഡ്, ഇതെല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് ഈ ഏജൻസിയിൽ നിന്ന് പോയ കുട്ടികൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നുള്ള ഒരു വലിയൊരു ഇതായിരുന്നു. കാര്യം നമുക്ക് ടെൻഷൻ ആവേണ്ടതായിട്ടുള്ളൊരു കാര്യം വരുന്നില്ല, അവസരം ഉണ്ടാകുന്നില്ല. കാര്യം
വിളിക്കുമ്പോൾ അച്ഛൻ കുഴപ്പമില്ല, സീനിയേഴ്സ് ഉണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കും പേടിയാണ്. സീനിയേഴ്സ് എന്ന് പറയുമ്പോൾ റാഗിങ് ഉണ്ടാവാം, പിന്നെ ഓരോരുത്തരുടെ നേച്ചർ സെപ്പറേറ്റ് ആയിരിക്കും, അവരുടെ കൾച്ചർ വേറെ ആയിരിക്കും. അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല സാർ, എല്ലാം ക്ലിയർ ആണ്. അതിന് പേര് പറയാം ഫൈസലിക്ക. ഏതോ ഒരു കുട്ടി റാഗിങ് രീതി സംസാരിച്ചാൽ പുള്ളി വിളിച്ച് ബാൻ ചെയ്തു, പറ്റില്ല. ഇവിടെ ഏജൻസിയുടെ ഒരു സാറാണ് അവിടെ ഉള്ളത്. ഇടപെടലുണ്ടായി. കാര്യം റാഗിങ് എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലേ. അന്നേരം അതുപോലും ഇല്ല. അത്രയും നല്ല, എനിക്ക് ഫുള്ളി ഞാൻ ഫ്രീ ആയി. ഞാൻ അന്നേരം വിചാരിച്ചു ഈ ഏജൻസി ത്രൂ പോയത് കൊണ്ട് നല്ലതാണ്, നന്നായി എന്നുള്ളൊരു വിചാരം എനിക്കുണ്ടായി. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ മൊത്തം ക്ലാസ് നടക്കും. ഒരേ ഒരു സബ്ജക്ട് റഷ്യൻ പഠിച്ചിട്ട് തന്നെ ആവണം. അത് ഏത് കൺട്രി പോയാലും പഠിക്കണം. ഞാൻ ഇതിനെപ്പറ്റി പിന്നീട് ശരിക്കും അന്വേഷിച്ചു. അത് ഏത് കൺട്രി പോയാലും അവിടുത്തെ ഒരു ലാംഗ്വേജ് പഠിക്കണം. അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രി പോകണം, അവിടെ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കൺട്രികളുണ്ട്, അവിടെ പോവുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രം. ഇപ്പോൾ വേറെ ഇപ്പോൾ റഷ്യയിലായാലും ഉസ്ബെക്കിസ്ഥാനിൽ പോയാലും അവിടുത്തെ ഒരു ലാംഗ്വേജ് പഠിക്കും. ആ ലാംഗ്വേജ് അത്ര ആവറേജ് മാർക്ക് മേടിച്ച് പാസ്സായാൽ മതി. അത് നമ്മളായപ്പോൾ ഞാൻ ആർമിയിൽ പോകുന്ന സമയത്ത് ഞാൻ ടെക്നിക്കൽ സ്കൂളിലാണ് പഠിച്ചത്. എനിക്ക് ഹിന്ദി അറിയേയില്ല. എനിക്ക് ഹിന്ദി പഠിക്കട്ടെ, കേരളത്തിൽ പഠിച്ചാണ്, എനിക്ക് ഹിന്ദി പഠിക്കണ്ട. ഞാൻ ഓട്ടോമാറ്റിക് 6 മാസം കൊണ്ട് ഹിന്ദി പഠിച്ചു. അങ്ങനെ പല ലാംഗ്വേജ് പഠിക്കുന്നു. അതുപോലെ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, മകൾക്ക് അവിടെ ചെന്നതിന് ശേഷം അവൾക്ക് ഇഷ്ടമായോ? ശരിക്കും ഇഷ്ടമായി. പിന്നെ ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കണം. എവിടെയാണ് ആക്ച്വലി താമസിക്കുന്നത്? ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഫെഫുവിന്റെ തന്നെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. റൂംമേറ്റ് 2 മലയാളി കുട്ടികളുണ്ട്. 2 കുട്ടികളുണ്ട്. അവർ 3 പേരാണ്. 3 പേരാണ്. 3 പേരെ ഷെയർ ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. ഓക്കെ, അതായത് ചെറിയ അപ്പാർട്ട്മെന്റ് പോലത്തെ സ്പേസ് ആണോ? സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് പോലെ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ഒരു വലിയ ഹാൾ മാതിരിയാണ്. അതിനകത്ത് 3 ബെഡും സോഫയും, പിന്നെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ടേബിൾ ലാമ്പ്, എല്ലാവിധ സജ്ജീകരണം. സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് പോലത്തെ ഒരു സെറ്റപ്പാണ്. കിച്ചൺ ഏരിയയും കൂടെ കാണുമായിരിക്കും. കിച്ചൺ ഏരിയ സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് ആകുമ്പോൾ അവിടെ അവർ തന്നെ അതെല്ലാം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ഈ ചെറിയൊരു ഇതെല്ലാം ഉണ്ടല്ലോ, എന്താ പറയുന്നത്, തവ, ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. ബാക്കി ഗ്യാസും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ പ്രൊവൈഡ് ആവും. അത് ഇവരുടെ റൂമിനോട് ചേർന്നാണോ അതോ സെപ്പറേറ്റ് വേറൊരു? റൂമിനോട് ചേർന്നല്ല, തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 2 റൂമിനപ്പുറത്തായിട്ട് അപ്പുറത്തെ. അതിന് അവിടെ എന്താ, അതിന് സെപ്പറേറ്റ് 4-5 ഗ്യാസ് അല്ല, അവിടെ ഒരു വേറൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം ഞാൻ എന്താണെന്ന് ചോദിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇൻഡക്ഷൻ മോഡൽ. അതിനകത്ത് കൊണ്ടുവന്ന് വെച്ച് എല്ലാം ഉണ്ടാക്കാം. ഒരു 3 പേര് ഷെയർ ചെയ്ത് കഴിക്കുന്നു. സുഖമായിട്ട് പോകുന്നു, യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ക്ലൈമറ്റ് നല്ല തണുപ്പാണ്. പക്ഷെ എൻ്റെ മകൾക്ക് അവിടെ ഫുൾ സെറ്റായി. ഇവിടെ വെച്ചാണ് മാസത്തിൽ പ്രാവശ്യമെങ്കിലും ഒരു പനി വരും. അവിടെ പോയതിനു ശേഷം അങ്ങനെ പ്രശ്നങ്ങളെ വന്നിട്ടില്ല. പനി വന്നു പെട്ടെന്ന് മാറി. തണുപ്പ് ഓക്കെ ആയിട്ടുള്ള കുട്ടിയാണോ? സഹിക്കുന്ന കുട്ടിയാണോ? സഹിക്കും. എന്നാൽ തന്നെയും നമ്മൾ കേരളത്തിൽ തന്നെ അല്ലേ, മാറി വരുന്ന ക്ലൈമറ്റ്. അത്രയും തണുപ്പില്ല ഇവിടെ. അവിടെ ശരിക്കും ഐസ് പെയ്യും. കട്ടിയായിട്ട് സ്നോഫാൾസ് ശരിക്കും ഉണ്ട്. -10 ഡിഗ്രി 15 ഡിഗ്രി വരെയൊക്കെ ആവുന്നുണ്ട്. പക്ഷെ എന്നാലും അതൊന്നും പ്രശ്നങ്ങളില്ല. അഡ്ജസ്റ്റഡ് ആയി കുഞ്ഞ്. അതെ. ഓക്കെ, ഇപ്പൊ സാറ് ഈ പറഞ്ഞ പോലെ ഫുഡിനും എക്സ്ട്രാ ഒരു അലവൻസ് അയച്ചു കൊടുക്കുമായിരിക്കും അല്ലേ? അങ്ങനെയാണോ? അതോ അത് ഫീസിൽ ഉൾപ്പെട്ട കാര്യമല്ലല്ലോ? ഇല്ല. ഏകദേശം എത്ര എമൗണ്ട് ആയിരിക്കും സാർ അയച്ചു കൊടുക്കുന്നത്? ഞാൻ മാസം 20,000 റുപ്പീസ് അയച്ചു കൊടുക്കും. 20,000. ബട്ട് അത്രയും ആവശ്യം വരുന്നില്ല എന്ന് വെച്ചാൽ 7,500 റുപ്പീസ് ഹോസ്റ്റലിലാവുന്നുണ്ട്. ബാക്കി 10,000 താഴെ ആവത്തുള്ളൂ. 3 പേര് ഷെയറിങ് ആയതുകൊണ്ട്. പിന്നെ ഒരുപാട് ആഹാരം ഉണ്ടാക്കി കഴിക്കാനുള്ള ടൈമില്ല. കാര്യം പഠിക്കാൻ ഇഷ്ടം പോലെ. എന്താ പറയുന്നത് അതിനെ കുറിച്ച്? പഠിക്കാനുള്ളതിനെ കുറിച്ച്? പഠിക്കാനുള്ളതിനെ പറ്റി പഠിച്ചെങ്കിലേ പാസ്സാവത്തുള്ളൂ. ഇവിടെ പറയുന്നത് അവിടെ ഇപ്പം നമ്മള് ഫോറിൻ കൺട്രി പോയാൽ അവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനല്ല, പഠിച്ചെങ്കിലേ പാസ്സാവും, പഠിച്ചില്ലെങ്കിൽ ഫെയിൽ ആവും.